സ്വകാര്യ സർവകലാശാലകളില് ഒ.ബി.സി ദളിത് വിവേചനം. സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത്. പല സ്വകാര്യ സർവകലാശാലകളിലും ഒ.ബി.സി വിഭാഗക്കാരായ വിദ്യാർത്ഥികളുടെ അനുപാതം 10% അതില് താഴെയോ ആണെന്ന് പാർലമെന്ററി സമിതി റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. അതിനേക്കാളും പരിതാപകരമാണ് പട്ടികജാതി പട്ടികവർഗത്തിന്റെ ഇടം. രാജ്യത്തെ ഉന്നത സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഒ.ബി.സി, ദളിത് അനുപാതം സംബന്ധിച്ച കേന്ദ്ര സർക്കാരിന്റെ കണക്ക് തെറ്റാണെന്ന് തുറന്നുകാട്ടുന്നു വിദ്യാഭ്യാസ പാർലമെന്ററി സമിതി ബുധനാഴ്ച രാജ്യസഭയിൽ അവതരിപ്പിച്ച റിപ്പോർട്ട്. ഒ.ബി.സി 40%, എസ്.സി 14.9%, എസ്.ടി 5 എന്നിങ്ങനെയാണ് ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി പുറത്തുവിട്ട കണക്ക്. എന്നാൽ പല സ്വകാര്യ സർവകലാശാലകളിലും ഒ.ബി.സി വിഭാഗക്കാരായ വിദ്യാർത്ഥികളുടെ അനുപാതം 10% അതില് താഴെയോ ആണെന്ന് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് ശേഖരിച്ച ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ പാർലമെന്ററി സമിതി റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. അതിനേക്കാളും പരിതാപകരമാണ് പട്ടികജാതി പട്ടികവർഗത്തിന്റെ ഇടം. 2024 മുതൽ 25 വരെ വിദ്യാഭ്യാസ വർഷത്തില് ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് സയൻസില് പ്രവേശനം നേടിയ 5173 വിദ്യാർത്ഥികളില് 514 പേര്, 10% മാത്രമാണ് ഒ.ബി.സി വിഭാഗക്കാര്. 29.04 എന്നിങ്ങനെയാണ് യഥാക്രമം എസ്.സി 5%, എസ്.ടി 0.08% വിദ്യാർത്ഥികളുടെ എണ്ണം. ശിവ് നാടാര് യൂണിവേഴ്സിറ്റിയിൽ പട്ടിക വിഭാഗക്കാരുടെ എണ്ണം 1% മാത്രം. ജിൻഡാല് ഗ്ലോബൽ യൂണിവേഴ്സിറ്റിയിൽ 1% താഴെയും. ഈ 3 മുൻനിര യൂണിവേഴ്സിറ്റികളിലെയും മൊത്തം ഒ.ബി.സി വിദ്യാർത്ഥികളുടെ കണക്കെടുത്താല് 11.6% മാത്രമേ വരൂ. അതേസമയം സർക്കാരിനു കീഴിലുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില് ഒ.ബി.സി, പട്ടികജാതി വർഗ വിഭാഗങ്ങൾക്ക് ഏറെക്കുറെ മതിയായ പ്രാതിനിധ്യം ലഭിക്കുന്നുണ്ട്. 2022 മുതൽ 23 വരെ വർഷത്തില് സർക്കാർ കോളേജുകളില് പ്രവേശനം നേടിയ വിദ്യാർത്ഥികളില് 38.9%, 1.7 കോടി ഒ.ബി.സിക്കാരും 15.5%, 67.87 ലക്ഷം, പട്ടികജാതിക്കാരും 6.4%, 28.25 ലക്ഷം പട്ടികവർഗക്കാരുമാണ്. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ഈ സാമൂഹികാന്തരം പരിഹരിക്കാന് ഒ.ബി.സിക്ക് 27%, എസ്.സി വിഭാഗത്തിന് 15%, എസ്.ടി വിഭാഗത്തിന് 7.5% എന്ന തോതില് സംവരണം ആവശ്യമാണെന്നും ഇതിന് സർക്കാർ നടപടി സ്വീകരിക്കണമെന്നും സമിതി റിപ്പോർട്ട് നിർദ്ദേശിക്കുന്നുണ്ട്. സാധാരണ കുടുംബത്തിന് താങ്ങാനാകാത്ത വിധം വളരെ ഉയർന്നതാണ് സ്വകാര്യ സർവകലാശാലകളിലെ ഫീസുകള്. ഇത് കുറവ് വരുത്താനുള്ള നിയമനിർമ്മാണത്തിന്റെ ആവശ്യകതയും സമിതി റിപ്പോർട്ട് എടുത്തു പറയുന്നു. ജനാധിപത്യ വ്യവസ്ഥയും ഇന്ത്യന് ഭരണഘടനയും ശക്തമായി മുന്നോട്ടുവെക്കുന്ന ആശയമാണ് സാമൂഹിക നീതിയും അവസര സമത്വവും. ഭരണഘടനയുടെ 14 മുതൽ 17 വരെയുള്ള അനുച്ഛേദങ്ങളില് സാമൂഹിക നീതിയെക്കുറിച്ച് പറയുന്നുണ്ട്. പൗരന്മാരുടെ മൗലികാവകാശങ്ങളെക്കുറിച്ച് പറയുന്ന ഭരണഘടനയുടെ 3-ാം ഭാഗത്താണ് ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സാമൂഹിക നീതി ലഭിക്കേണ്ടത് പൗരന്മാരുടെ മൗലികാവകാശമാണെന്നാണ് ഇതിന്റെ വ്യക്തമായ സൂചന. ഇത് സാധ്യമാകണമെങ്കില് ജാതി, മതഭേദമന്യേ രാജ്യത്തെ എല്ലാ ജനവിഭാഗങ്ങൾക്കും താഴെത്തട്ട് മുതൽ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില് വരെ കടന്നുചെല്ലാവുന്ന സ്ഥിതി കൈവരണം. സാമൂഹിക നീതിയും വിദ്യാഭ്യാസവും തമ്മില് അഭേദ്യമായ ബന്ധമുണ്ട്. സാമൂഹിക അവബോധമാണ് സമൂഹത്തില് നീതി, സമത്വ ചിന്ത ശക്തമാക്കാനുള്ള മാർഗം. അതിനുള്ള മാധ്യമം കൂടിയാണ് വിദ്യാഭ്യാസം. കേന്ദ്ര സർക്കാരിനു കീഴില് 240-ഉം സംസ്ഥാന സർക്കാരുകൾക്ക് കീഴില് 445-ഉം സ്വകാര്യ മേഖലയില് 517-ഉം സർവകലാശാലകളാണ് 2021 മുതൽ 22 വരെ വർഷത്തെ അഖിലേന്ത്യാ ഉന്നത വിദ്യാഭ്യാസ മേഖലാ സർവേ റിപ്പോർട്ട് പ്രകാരം രാജ്യത്തുള്ളത്. നേരത്തെ സ്വകാര്യ സർവകലാശാലകളോട് പുറംതിരിഞ്ഞു നിന്നിരുന്ന കേരളം പോലുള്ള സംസ്ഥാനങ്ങള് സ്വകാര്യ സർവകലാശാല ബില്ലിന് അനുമതി നൽകിയ സാഹചര്യത്തില് ഈ മേഖലയില് സ്ഥാപനങ്ങള് കൂടുതല് സ്ഥാപിതമാകുകയും വിദ്യാർത്ഥികള് ഉപരിപഠനത്തിന് മുൻകാലങ്ങളെക്കാളുപരി സ്വകാര്യ സർവകലാശാലകളെ ആശ്രയിക്കുന്ന സ്ഥിതി സംജാതമാകുകയും ചെയ്യും. ഈ സാഹചര്യത്തില് പൊതുമേഖലയിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുകൊണ്ട് മാത്രം സാമൂഹിക സമത്വം കൈവരിക്കാനാകില്ല. ലക്ഷ്യത്തിലെത്താന് സ്വകാര്യ മേഖലയിലെ സ്ഥാപനങ്ങളുകൂടി സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളില് നിന്നുമുള്ള വിദ്യാർത്ഥികളെ സ്വീകരിക്കണം. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 15(5) സ്വകാര്യ എയ്ഡഡ്, അൺ എയ്ഡഡ് സ്ഥാപനങ്ങളില് സംവരണം നടപ്പാക്കാന് ഭരണകൂടത്തിന് അധികാരം നൽകുന്നുണ്ട്. അതേസമയം നിലവില് സംവരണ നയങ്ങള് നടപ്പാക്കാന് സ്വകാര്യ സർവകലാശാലകൾക്ക് നിയമപരമായ ഉത്തരവാദിത്വമില്ല. നിയമനിർമ്മാണത്തിലൂടെ ആർട്ടിക്കിൾ 15(5) എല്ലാ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ബാധകമാക്കുകയാണ് ഇതിനുള്ള മാർഗം. പിന്നാക്ക സമുദായങ്ങളുടെയും കീഴാള ജാതിക്കാരുടെയും ഉന്നമനത്തിലും വളർച്ചയിലും താൽപ്പര്യമില്ലാത്ത സവർണ, വർഗീയ ചിന്താഗതിക്കാരും ട്രസ്റ്റുകളുമാണ് സ്വകാര്യ സർവകലാശാലകളില് ബഹുഭൂരിഭാഗവും കൈയാളുന്നത്. ഒ.ബി.സി, ദളിത് വിഭാഗങ്ങളെ തങ്ങളുടെ സ്ഥാപനത്തില് നിന്ന് പരമാവധി അകറ്റി നിർത്താനാണ് അവരുടെ ശ്രമം.
സംവരണവുമായി ബന്ധപ്പെട്ട ശക്തമായ നിയമനിർമ്മാണം മാത്രമാണ് ഇതിനു പരിഹാരം. നിയമം ആവിഷ്കരിക്കുന്നതോടൊപ്പം സ്വകാര്യ സർവകലാശാലകൾ അത് കൃത്യമായി നടപ്പാക്കുന്നുണ്ടോ അതോ നിയമം അട്ടിമറിച്ച് പിന്നാക്ക വിദ്യാർത്ഥികളുടെ ന്യായമായ അവകാശങ്ങൾ ഹനിക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കേണ്ടതുണ്ട്. പാർലമെന്ററി സമിതി റിപ്പോർട്ടിലുമുണ്ട് ഇതു സംബന്ധിച്ച പരാമർശങ്ങൾ. യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷന്, UGC, പിന്നാക്ക വിഭാഗങ്ങൾക്കായുള്ള ദേശീയ കമ്മീഷന്, കമ്മീഷനുകൾ തുടങ്ങിയ കേന്ദ്ര നിരീക്ഷണ സമിതികളെ ഉപയോഗിച്ച് സംവരണം ഉറപ്പുവരുത്തണമെന്നാണ് സമിതിയുടെ ശുപാർശ. നടപ്പായാല് ഉന്നത വിദ്യാഭ്യാസ മേഖലയില് OBC, ദളിത് വിഭാഗങ്ങൾ പുറന്തള്ളപ്പെടുന്ന പ്രവണതയ്ക്ക് വലിയൊരളവോളം പരിഹാരമാകും സമിതി റിപ്പോർട്ട് നിർദ്ദേശങ്ങൾ.